പൊട്ടിത്തെറിക്കുന്ന ശബ്ദവുമായി തൊട്ടടുത്ത് വന്ന് പേടിപ്പിക്കുന്ന പ്രേതവും ഞെട്ടിത്തെറിച്ച് ഓടുന്ന കുറേ കഥാപാത്രങ്ങളും അല്ലാതെ എന്തുണ്ട്? സംഭവം ഉണ്ട്. അങ്ങനെയുള്ള ഒരു സിനിമയാണ് ഞാനിപ്പോൾ സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. തെലുങ്കിൽ നിന്ന് ഈ വർഷം പുറത്തിറങ്ങിയിട്ടുള്ള കൗശിക് പകലപ്പെട്ടി സംവിധാനം ചെയ്ത് ബെല്ലംകൊണ്ട സായി ശ്രീനിവാസ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ള കിഷ്കിന്ധാപുരി. കിഷ്കിന്ത കാണ്ഡമല്ല, കിഷ്കിന്ധാപുരി. സിനിമയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂയിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും പുതിയ വീഡിയോസ് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. സിനിമയിലേക്ക് വരികയാണെങ്കിൽ പല സിനിമകളിലും കണ്ടിട്ടുള്ളൊരു പ്ലോട്ട്, ഒരു തീമുണ്ട് ഈ സിനിമയിൽ. ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ വളരെ റാൻഡമായിട്ട് അവർ കുറച്ച് സ്ഥലങ്ങളൊക്കെ സെലക്ട് ചെയ്ത് അവിടെയുള്ള ഗോസ്റ്റിനെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. അതിൽ നിന്ന് കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ട് ഈ ഹൊറർ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമുള്ളവരെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് അവർക്കൊരു എക്സ്പീരിയൻസ് കൊടുക്കുന്ന ഒരു ടീം. അവരുടെ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് തുടങ്ങിക്കൊണ്ട് അവരൊരു റേഡിയോ സ്റ്റേഷനിലേക്ക് എത്തുന്നതും അവിടെ നിന്ന് ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെയാണ് സിനിമയുടെ ഒരു ടോട്ടൽ സ്റ്റോറി എന്ന് പറയുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഈ സിനിമ എന്നെ വളരെയധികം ഞെട്ടിച്ചത് ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ബെല്ലംകൊണ്ട സായി ശ്രീനിവാസ് എന്ന് പറഞ്ഞിട്ടുള്ള തെലുങ്ക് താരം. പുള്ളിയുടെ സിനിമകളിൽ നിന്നും ഇത്ര കാലത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു നല്ല സിനിമ കാണാൻ സാധിച്ചതെന്നുള്ളത് വളരെയധികം അത്ഭുതപ്പെടുത്തിയെന്ന് പറയാതെ വയ്യ. പരിഹസിക്കുകയല്ല, തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിലുള്ള സിനിമകളായിരിക്കാം. പക്ഷേ എനിക്ക് പേഴ്സണലി തീരെ ദഹിക്കാത്ത സിനിമകളായിരുന്നു. അക്കൂട്ടത്തിൽ നിന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത വളരെ ക്വാളിറ്റി ഉള്ള ഒരു സിനിമയും അദ്ദേഹത്തിന് വളരെ നല്ലൊരു പെർഫോമൻസ് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, ഇതിൻ്റെ ഒരു ടോട്ടൽ കളർ ഗ്രേഡിങ്, മേക്കിംഗ്, സെറ്റിംഗ് പോലെയുള്ള ഒരു വിഷ്വൽ പരിപാടിയുണ്ട്. ഈ സിനിമയുടെ ഒരു ഹൊറർ ആംബിയൻസും അതിലേക്ക് അവർ കൊണ്ടുവരുന്ന കുറേ ഫാൻറ്റസി എലമെൻസും ഒക്കെ ഉണ്ട്. അത് വിഷ്വലി നന്നായിട്ട് കൺവേ ചെയ്യാനും നമുക്ക് അത്യാവശ്യം സ്ക്രീനിൽ നോക്കിയിരിക്കാവുന്ന രീതിയിലുള്ള പരിപാടികളൊക്കെ ഉൾപ്പെടുത്താനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തിരക്കഥയിലേക്കൊക്കെ വരുമ്പോൾ ഒരു ഓക്കേഷ് ലെവലിലാണ്. കാരണം ചില സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട് പോകുന്നുണ്ട്. തുടക്കത്തിലൊരു ഫ്ലോയിൽ ഇങ്ങനെ പതുക്കെ തുടങ്ങി ഇൻ്റർവെല്ലിൽ ഒരു ഗംഭീര മൊമെൻറ്റിലേക്ക് ഇത് എത്തുന്നുണ്ട്. അവിടെ നിന്ന് ചിലയിടത്തൊന്ന് ഡൗൺ ആയി, എന്നാൽ ഒരു പോയിന്റിൽ ഇത് റൊട്ടീനിലേക്ക് പോകും, അല്ലെങ്കിൽ ഒരു ക്ലീഷേ കാഞ്ചന ടെംപ്ലേറ്റിലേക്കൊക്കെ പോകുന്നത് നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ അവിടെ നിന്ന് ഇതൊരു ടേൺ എടുത്ത് കുറേ ട്വിസ്റ്റുകളൊക്കെ ആയിട്ട് ഭയങ്കര ഗംഭീര എക്സ്പീരിയൻസ് തരുന്നുണ്ട്. അത് സിനിമയുടെ അവസാനത്തെ ഫ്രെയിം വരെ നിലനിർത്തി എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യം. പേഴ്സണലി എനിക്ക് ഹൊറർ, മിസ്റ്ററി, ത്രില്ലേഴ്സ് വളരെയധികം ഇഷ്ടമാണ്. ആ ഒരു ജോണർ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്കിത് ഗംഭീരമായിട്ട് വർക്കാവും. അഭിനേതാക്കളുടെ പ്രകടനത്തിലേക്ക് വരികയാണെങ്കിൽ നായകൻ്റെ പ്രകടനം വാസ് ഡീസൻറ്റ്, നായികയുടെ പ്രകടനം ഒക്കെ ആയിരുന്നു. ഒരു കുട്ടിയുണ്ട്, അത് തിരക്കേടില്ലാതെ ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ ഒരു മെയിൻ കാസ്റ്റിംഗ് അവർ റിവീൽ ചെയ്തിട്ടില്ല. അതിനെപ്പറ്റി സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും ആ കഥാപാത്രമായി വന്നിട്ടുള്ള നടൻ്റെ പെർഫോമൻസും എക്സലൻ്റ് ആയിരുന്നു. ആ ക്യാരക്ടറിനെ എഴുതിയതിനേക്കാൾ ആ ക്യാരക്ടർ ഇതിൽ കൊണ്ടുവരുന്ന സിറ്റുവേഷൻസിനെ എഴുതിയ രീതി ഗംഭീരമായിട്ടുണ്ട്. പിന്നെ വർക്ക് ആവാത്ത ചില കാര്യങ്ങളെന്ന് പറയുന്നത് അവർ ആ ഫ്ലാഷ് ബാക്കിനെ കോർഡിനേറ്റ് ചെയ്ത രീതി കുറച്ച് സിമ്പിളായ പോലെ, അല്ലെങ്കിൽ കുറച്ച് സില്ലി ആയ പോലെ ഫീൽ ചെയ്തു. പിന്നെ അവസാനത്തോട് അടുക്കുമ്പോൾ ഒരു കോൺഫ്ലിക്റ്റ്, ഒരു സൈക്കോളജിക്കൽ കോൺഫ്ലിക്റ്റ് പോലെയാണ് അവർ കൊണ്ടുവന്നത്. പക്ഷെ അത് ഇത്തിരി ഒരു ഓവർഡോസ് ആയ പോലെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതിനപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ കുറേ നല്ല സീൻസ് ഉള്ള, ഇതിൽ കുറച്ച് ജംപ് സ്കെയർ സീക്വൻസുകളാണ്, പക്ഷെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. നല്ല കുറച്ച് സീനുകളുള്ള, നല്ല കുറച്ച് ട്വിസ്റ്റുകളുള്ള, വളരെ എൻഗേജിങ് ആയിട്ടുള്ള, ലാഗ് ഇല്ലാത്തൊരു പടം കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടു നോക്കാം. തെലുങ്കിൽ നിന്ന് ഈ വർഷം പുറത്തിറങ്ങിയിട്ടുള്ള വിജയ ചിത്രമായിട്ടുള്ള കിഷ്കിന്ധാപുരി. സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ ശ്രമിക്കുക. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.